ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കസിൻ്റെ കല്യാണം ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ വരുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഫസ്റ്റിലെ പരിപാടി നിക്കാഹായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവർ. അപ്പോൾ നിക്കാഹിൻ്റെ കാര്യങ്ങളും ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിക്കാഹ് നടക്കുന്നത് വേങ്ങരയുള്ള ഒരു സുബൈദ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ്. ഒരു കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മളെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നിക്കാഹ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ പെണ്ണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പുറത്തെല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നേരെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ ചെറുക്കൻ്റെ വീട്ടിലൊന്ന് പെണ്ണിനെ ഒന്ന് ഇറക്കുകയും കൂടി ചെയ്തിട്ടാണ് പിന്നെ ഹാളിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇനി നമ്മളെ ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രിയാണ്. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. കുറേ ഡാൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതാ ഇതേപോലത്തെ കുറേ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് നമ്പർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ഞാനങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം ജസ്റ്റ് എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു വ്ളോഗാക്കാമെന്ന് ഞാൻ പിന്നെ തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസത്തെ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം തിരിച്ചു പോവുക ചെയ്തത് ഇവിടുന്ന്. അപ്പോൾ പിറ്റേ ദിവസത്തെ പരിപാടിക്ക് എനിക്ക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫോട്ടോസാണ് അധികം ഇതിൽ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കല്യാണത്തിന് ഞാൻ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു 10th ഫ്രണ്ടിനെ കണ്ടുമുട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവാണ് 10th പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവും. 10th കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ അതൊരു ഹാപ്പി കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ആണ് ഈ കാണുന്നത്.
അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചതിന് ശേഷം നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ദിവസമായിരിക്കാണ് കേട്ടോ. ആകെ 2-3 ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് തന്നെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ദിവസത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഒരു മനസ്സിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് തിരിച്ചു പോകാനേ മൂടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ തിരിച്ചു പോകാമെന്ന് ആലോചിക്കുമ്പോഴേക്കും ഒരു സങ്കടമായിരുന്നു. കാരണം 3 ദിവസം നമ്മൾ നിന്നിട്ടുള്ളൂ. ആ ദിവസം തന്നെ കല്യാണം ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് സമയം എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് റഹാനും ഹയൊക്കെ തീരെ മൈൻഡ് ആക്കണില്ല. കാരണം അത്രയും കുറഞ്ഞ ദിവസത്തേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് യാതൊരു മൈൻഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഉമ്മ ഇതാ നമുക്ക് 2 പേർക്കും കൊണ്ടുപോകാനുള്ള ഐറ്റംസൊക്കെ പാക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും 2 പേരും ഇന്ന് തിരിച്ച് എറണാകുളത്തേക്ക് തന്നെ പോവുകയാണ്. ഞങ്ങൾ രണ്ടും 2 ടൈമിലാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന 2 ഐറ്റംസാണ് ചേന പൊരിച്ചതും പിന്നെ അതുപോലെ ഉണക്കമീൻ പൊരിച്ച് നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുത്തതും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്ത് വെച്ചാലും കുറേ കാലം കേടുകൂടാണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം ഇത് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്. ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ചും ഹോസ്റ്റലിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഉമ്മ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്ത്. ഇനിയിപ്പോൾ ഇതാ അമ്മ കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാണ് നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്മ എപ്പോൾ പോവുകയാണെങ്കിലും എന്തെങ്കിലും നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് തരും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എത്ര പുറത്തുനിന്ന് വാങ്ങി കഴിച്ചാലും ഉമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഫുഡിനോട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും ഭയങ്കര ഈസി ആയിട്ട് ഉമ്മ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ചെയ്യാം. ഇതൊക്കെ ഞാൻ വരുമ്പോഴേക്കും ഉമ്മ എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത് നമുക്ക് എല്ലാവർക്കും പോകാനുള്ളതുകൊണ്ട് തന്നെ ഉമ്മ പെട്ടെന്ന് പണിയെല്ലാം തീർക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് അധിക സമയം കിട്ടിയിട്ടില്ല നിൽക്കാനെന്നുള്ളൊരു പരാതി ഉള്ളിലൊതുക്കിക്കൊണ്ട് മനസ്സോടെ ഞാനിപ്പോൾ ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അനിയത്തി ആദ്യം ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഉമ്മയപ്പയല്ല ഞങ്ങളുടെ കൂടെ വരുന്നത് എറണാകുളത്തേക്ക്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഉമ്മയും അനിയനും കൂടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ ഇനി കൊണ്ടാക്കി തരാൻ വേണ്ടി പോവുകയാണ് ഉമ്മയപ്പയും കൂടി. അപ്പോൾ അങ്ങനെ നമ്മളും ഇറങ്ങിയിട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹൈവേയിൽ ഒരു ചെറിയ ഷോപ്പിൽ നിർത്തിയിരിക്കുകയാണ്.
ഈ ഒരു ഷോപ്പ് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ നല്ല പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായയോ കോഫിയോ എന്ത് വേണേലും കിട്ടും. ഒക്കെ വെജിറ്റേറിയൻ ആണ് കേട്ടോ, നോൺ വെജ് ഐറ്റംസ് ഒന്നുമില്ല. ചെറിയൊരു ടീ ഷോപ്പ് പോലെ. അപ്പോൾ ഇത് ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോപ്പാണ്. ശരിക്കും ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ഷോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പണ്ട് ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അടുത്താണ് നമ്മൾ ഈ ഒരു ഷോപ്പിനെ പറ്റി അറിഞ്ഞതും പിന്നെ അത് നമ്മളൊന്ന് കയറി ട്രൈ ചെയ്ത് നോക്കിയതും പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് അങ്ങനെ കഴിക്കാറുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു 2 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കാണുന്ന ആദ്യത്തെ ഒരു ഷോപ്പാണ് കേട്ടോ. ഒരു സ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ അവർ തന്നെ നടത്തുന്ന ഒരു ടീ ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ അസ്സലാമു അലൈക്കും.